അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജ്ഞാനത്താൽ ആകാശം സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജലത്തിന് മുകളിലായി ഭൂമിയെ ഉറപ്പിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രകാശഗോളങ്ങൾ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ സൂര്യനെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രതാരങ്ങളെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രരെ സംഹരിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും ഉയർന്ന ഭുജത്താലും അവരെ വീണ്ടെടുത്തവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിന്റെ നടുവിലൂടെ അവരെ നയിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
പ്രബലരായ രാജാക്കന്മാരെ തോൽപ്പിച്ചവരെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ശക്തരായ രാജാക്കന്മാരെ നിഹരിച്ചവരെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ആമോര രാജാവായ സിഹോനെ സംഹരിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ വധിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവരുടെ ദേശം അവകാശമായി ജനത്തിനേകിയവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമേകിയവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ താഴ്മയിൽ നമ്മെ ഓർത്തവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിക്കുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ അടിമപ്പെടുത്തിയവർ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ നിർബന്ധിച്ചു. സിഹിയോനിലെ ചില ഗീതങ്ങൾ പാടാൻ അവർ ഞങ്ങളോട് പറഞ്ഞു. അന്യദേശത്ത് വെച്ച് കർത്താവിന്റെ ഗീതങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ എങ്ങനെ ആലപിക്കും? ഓരസ്ലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലത്തുകൈ എന്നെയും മറക്കട്ടെ. ഞാൻ നിന്നെ സ്മരിക്കാതിരുന്നാൽ എന്റെ നാവ് തൊണ്ടയോട് ഒട്ടിച്ചേരട്ടെ. ഓരസ്ലേമിലെ ഞാൻ എന്റെ പ്രധാന സന്തോഷ വിഷയമാക്കും. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ സന്നിധിയിൽ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. വിശുദ്ധാലയത്തിൽ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയെയും സത്യത്തെയും പ്രതി തിരുനാമം പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വചനം മറ്റെല്ലാ നാമത്തെയും കാളങ്ങ് മഹത്വപ്പെടുത്തി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി എന്റെ ശക്തി വർദ്ധിപ്പിച്ചു. കർത്താവേ, ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങേ സ്തുതിക്കട്ടെ. അങ്ങയുടെ വചനം ശ്രവിക്കട്ടെ. കർത്താവിന്റെ വഴികൾ അവർ പുകഴ്ത്തട്ടെ. അവിടുത്തെ മഹത്വം ഉന്നതമാണല്ലോ. കർത്താവ് മഹോന്നതനെങ്കിലും എളിയവരെ തൃക്കന്മാർക്കുന്നു. അകലെ നിന്ന് അഹങ്കാരിയെ അറിയുന്നു. കഷ്ടതകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ ജീവനെ പാലിക്കണമേ. ശത്രുക്കളുടെ ക്രോധത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വലത്തുകരം എന്റെ മേൽ നിഴലിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യം എന്നേക്കുമാണ്. അങ്ങയുടെ കരവേല ഉപേക്ഷിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. രക്ഷയും ഉയരും നൽകിയവൻ താതസമക്ഷം ചെന്നെത്തി. വീണ്ടും മഹിമാപൂരിതനായി അന്ത്യവിധിക്കായി വന്നിടും. അവനെതിരേൽക്കാൻ പുറപ്പെടുവിൻ. നിത്യമഹത്വ വിഭൂഷിതനായി നമ്മുടെ രാജാവെത്തുമ്പോൾ എരിയും ദീപവുമേന്തി നമു എതിരേൽക്കാമാ നൃപവരനേ. എനിക്കു തന്ന മഹത്വം അവർക്കു ഞാൻ നൽകിയിരിക്കുന്നു.
അനുപമ സുന്ദര ഗീതികളാൽ അവനെ നാം എതിരേൽക്കുമ്പോൾ നിജമഹിമാവാൽ അവനുടനെ നമ്മെ അലങ്കൃതരാക്കിയിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആരും നിനയാ നിമിഷത്തിൽ നാഥൻ വീണ്ടും വരുമപ്പോൾ നല്ലവനവനെ പിൻചെല്ലും മഹിമയവർക്കവനേകീടും. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത്? എൻ്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു. നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ? നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് അവരല്ലേ? നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും
ശ്രദ്ധയോടു കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്